എല്ലാവർക്കും നമസ്കാരം. ചിത്രദുർഗയിലെ മുരുകവനം എന്നത് കർണാടകയിലെ പ്രശസ്തമായ ശ്രീ മുരുകമഠത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ പച്ചപ്പ് നിറഞ്ഞ തീം പാർക്കും സാംസ്കാരിക കേന്ദ്രവുമാണ്. ചരിത്രം, പരിസ്ഥിതി, തത്വചിന്ത എന്നിവ ഒത്തുചേരുന്ന ഈ സ്ഥലം കർണാടകയിലെ ചിത്രദുർഗ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ വീരശൈവ ലിംഗായത്ത് പാരമ്പര്യത്തിലെ പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രങ്ങളിലൊന്നാണ് ശ്രീ മുരുകമഠം. ഇതിനോട് ചേർന്നാണ് സന്ദർശകർക്കായി മുരുകവനം ഒരുക്കിയിരിക്കുന്നത്. മനുഷ്യൻ്റെ പരിണാമം, ചരിത്ര സംഭവങ്ങൾ, പ്രധാന വ്യക്തികൾ എന്നിവയെക്കുറിച്ചുള്ള ശില്പങ്ങളും സ്മാരകങ്ങളും ഈ വനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കർണാടകയിലെ പ്രശസ്തരായ ശരണർ, അതായത് സന്യാസിമാർ, കവികൾ എന്നിവരുമായി ബന്ധപ്പെട്ട ചരിത്ര വിവരണങ്ങളും കലാസൃഷ്ടികളും ഇവിടെ നമുക്ക് കാണാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രകൃതിയെയും ചരിത്രത്തെയും അടുത്തറിയാൻ കഴിയുന്ന തരത്തിലാണ് വ്യത്യസ്തങ്ങളായ മൃഗങ്ങളുടെയും മനോഹരമായ പ്രതിമകളും രൂപങ്ങളും ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതേ സമയം തന്നെ ഈ സ്ഥലത്തേക്ക് കടന്നു വന്ന ഒരു ജീവനുള്ള ആന എല്ലാവർക്കും ഏറെ കൗതുകമുണർത്തി. കൂടുതൽ ഉന്മേഷവാനായിട്ടുള്ളതായിരുന്നു ആ ആന. മനോഹരമായ പൂന്തോട്ടങ്ങളും ജലധാരകളും നിറഞ്ഞതാണ് ഈ പ്രദേശം. ഇവിടെ ബോട്ടിങ്ങിനായി ഒരു ചെറിയ തടാകവും സജ്ജീകരിച്ചിട്ടുണ്ട്. കർണാടകയിലെ ചിത്രദുർഗ കോട്ടയ്ക്ക് ചുറ്റുമുള്ള ജോഗമട്ടി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റാടി യന്ത്രങ്ങൾ പ്രകൃതി ഭംഗിയും പച്ചപ്പും കൊണ്ട് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ്. 1990കളുടെ അവസാനത്തോടെയാണ് ഈ പ്രദേശത്ത് കാറ്റിൽ നിന്നുള്ള ഊർജോൽപാദനം ആരംഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റാടി ഊർജ കേന്ദ്രങ്ങളിലൊന്നാണ് ചിത്രദുർഗ. നൂറുകണക്കിന് കാറ്റാടി യന്ത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇവിടം കർണാടകയുടെ ഊട്ടി എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലുള്ള ഈ കുന്നുകളിൽ വീശിയടിക്കുന്ന ശക്തമായ കാറ്റ് ഊർജോൽപാദനത്തിന് ഏറ്റവും അനുയോജ്യമാണ്. ഈ കാറ്റാടിപ്പാടങ്ങൾ വികസിച്ചതോടെ കർണാടകയിലെ വലിയൊരു ശതമാനം വൈദ്യുതി ആവശ്യങ്ങൾ കാറ്റിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് നിറവേറ്റാൻ സാധിച്ചു. കർണാടകയിലെ ചരിത്രപ്രസിദ്ധമായ ഒരു കോട്ടയാണ് ചിത്രദുർഗ കോട്ട. കല്ലിൻ്റെ കോട്ട അഥവാ കല്ലിനക്കോട്ടെ എന്ന് കന്നഡയിൽ അറിയപ്പെടുന്ന ഈ കോട്ട ശത്രുക്കൾക്ക് വേഗത്തിൽ ഭേദിക്കാൻ കഴിയാത്ത വിധം 7 വശങ്ങളുള്ള ശക്തമായ കോട്ടമതിലുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇതിൻ്റെ ചരിത്രം ചാലൂക്യന്മാർ, ഹൊയ്സളയർ, വിജയനഗര സാമ്രാജ്യം തുടങ്ങിയ വിവിധ രാജവംശങ്ങളുടെ ഭരണകാലത്താണ് ഈ കോട്ട വികസിപ്പിച്ച് എടുത്തത്. BC 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയുടെ ഭരണകാലത്ത് ചിത്രദുർഗ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. മൈസൂർ ഭരണാധികാരികളായ ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും കാലഘട്ടത്തിലാണ് കോട്ടയ്ക്കുള്ളിലെ ഈ ഭീമാകാരമായ കല്ലുരുളുകളും എണ്ണ സംഭരണികളും നിർമ്മിക്കപ്പെട്ടത്. കാളകളെയോ ആനകളെയോ ഉപയോഗിച്ച് വലിയ കൽച്ചക്രങ്ങൾ കറക്കിയാണ് അന്നത്തെ കാലത്ത് ധാന്യങ്ങളും മറ്റും പൊടിച്ചിരുന്നത്. ഇതേ സംവിധാനം തന്നെയാണ് എണ്ണ കുഴികളിലും ഉപയോഗിച്ചിരുന്നത്. വെടിമരുന്നുണ്ടാക്കാനും യുദ്ധസമയത്ത്
കോട്ടയുടെ ഭിത്തികളിൽ പുരട്ടാനും വേണ്ടിയാണ് ഈ എണ്ണ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. കോട്ടയുടെ വശങ്ങൾ വഴുക്കലുള്ളതാക്കി മാറ്റി ശത്രുക്കളെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇത് കൊത്തിരാജു. തമിഴ്നാട്ടിലെ തേനൽ സ്വദേശിയായ ജ്യോതിരാജ് കുട്ടിക്കാലത്ത് ദുരിതങ്ങൾ കാരണം കർണാടകയിലേക്ക് പലായനം ചെയ്തു. പിന്നീട് ചിത്രദുർഗയിൽ എത്തുകയും ചെയ്തു. സുരക്ഷാ കയറുകളോ മറ്റുപകരണങ്ങളോ ഇല്ലാതെ പാറക്കെട്ടുകളിലൂടെ വലിയ കോട്ടകൾ മതിലിലൂടെയും അനായാസം കയറിപ്പോകാനുള്ള അദ്ദേഹത്തിൻ്റെ അപാരമായ കഴിവാണ് അദ്ദേഹത്തെ ഇന്ത്യൻ സ്പൈഡർമാൻ അല്ലെങ്കിൽ കോത്തിരാജു, കന്നഡയിൽ കോത്തി എന്നാൽ കുരങ്ങൻ എന്ന് പേരിടാൻ കാരണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ജ്യോതി അലിയാസ് കൊത്തിരാജ എന്ന പേരിലൊരു സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട്. കല്ലിൻ്റെ കോട്ട അഥവാ കല്ലിനക്കോട്ടെ എന്നറിയപ്പെടുന്ന ചിത്രദുർഗ കോട്ട കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 15-ാം നൂറ്റാണ്ടിനും 18-ാം നൂറ്റാണ്ടിനുമിടയിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് ഈ കോട്ടയുടെ ഭൂരിഭാഗവും പണി കഴിപ്പിച്ചത്. പിന്നീട് ഈ കോട്ട നായക് ഭരണാധികാരികളുടെ അധീനതയിലായിരുന്നു. മലമുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കല്ലുകൾ മാത്രം ഉപയോഗിച്ച് യാതൊരുവിധ കോൺക്രീറ്റോ സിമെൻറ്റോ ഇല്ലാതെ പരസ്പരം ബന്ധിച്ചാണ് ഇതിൻ്റെ കൂറ്റൻ കൽമതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയ്ക്കുള്ളിൽ നിരവധി ക്ഷേത്രങ്ങളും ജലസംഭരണികളും പ്രകൃതിദത്തമായ ഗുഹകളുമുണ്ട്. 9 പ്രവേശന കവാടങ്ങളും അതിസങ്കീർണമായ പ്രവേശന വഴികളും ഈ കോട്ടയ്ക്കുണ്ട്. ശത്രുക്കൾക്ക് എളുപ്പത്തിൽ നുഴഞ്ഞു കയറാൻ കഴിയാത്ത വിധം നിർമ്മിച്ചതാണ് ഈ കോട്ട. ചിത്രദുർഗ കോട്ടയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് പുരാതനമായ ചന്ദ്രവള്ളി ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. 3 കുന്നുകളുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ചരിത്രാതീത കാലം മുതൽക്ക് മനുഷ്യവാസമുണ്ടായിരുന്ന സ്ഥലമാണ്. ചന്ദ്രഹാസൻ എന്ന രാജാവ് ഭരിച്ചിരുന്നതിനാലാണ് ഈ പ്രദേശത്ത് ചന്ദ്രവള്ളി എന്ന പേര് വന്നത്. മഴവെള്ളം ശേഖരിച്ച് കോട്ടയിൽ വർഷങ്ങളോളം വെള്ളത്തിന് ക്ഷാമമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ജലസംഭരണികൾ ഇവിടെയുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലി ചിത്രദുർഗ കോട്ട ആക്രമിച്ചപ്പോൾ കോട്ടയുടെ രഹസ്യവാതിലിലൂടെ ഒളിച്ചു കടക്കാൻ ശത്രുക്കൾ ശ്രമിച്ചു. ഈ സമയം കോട്ട കാവൽക്കാരൻ്റെ ഭാര്യയായിരുന്ന ഒനക്കെ ഒവ എന്ന ധീരവനിത ഒറ്റയ്ക്ക് ഒരു ഒനാക്കെ, അതായത് ഉലക്ക എന്നാണ് പറയുന്നത്, ഉപയോഗിച്ച് ശത്രു സൈന്യത്തെ നേരിടുകയും കോട്ടയെ സംരക്ഷിക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയ്ക്കായി കോട്ടയ്ക്കുള്ളിലെ ആ രഹസ്യ വിടവ് ഒനാക്കെ ഖിണ്ടി എന്ന് ഇന്നും അറിയപ്പെടുന്നു. ഈ കുന്നുകൾക്ക് മഹാഭാരത കാലത്തോളം പഴക്കമുള്ള ചരിത്രമുണ്ട്. പാണ്ഡവരുടെ വനവാസ കാലത്ത് നരഭോക്ഷകനായ ഹിഡിംബാസുരൻ ഈ മല നിരകളിൽ താമസിച്ചിരുന്നുവെന്നും ഭീമൻ അവനെ വധിച്ച് ഈ പ്രദേശത്ത് സമാധാനം സ്ഥാപിച്ചുവെന്നും ഐതിഹ്യം പറയുന്നു. കോട്ടയിലെ ഏകാന്തേശ്വരി ക്ഷേത്രത്തിന് മുന്നിലാണ് മനോഹരമായ കൽത്തൂണുകളോട് കൂടിയ ഈ ഊഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത്. ഉത്സവകാലങ്ങളിൽ ദേവതകളെ ഇരുത്തി ഊഞ്ഞാലാട്ടാനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത തൂണുകൾ അന്നത്തെ ശില്പകലയുടെ മകുടോദാഹരണമാണ്. മഴവെള്ളം ശേഖരിച്ച് കോട്ടയിൽ വർഷങ്ങളോളം വെള്ളത്തിന് ക്ഷാമമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ജലസംഭരണികൾ ഇവിടെയുണ്ട്. ചിത്രദുർഗ കോട്ടയുടെയും നായകന്മാരുടെയും വീരകഥകൾ ഇന്നും കർണാടകയിലെ നാടകം, യക്ഷഗാനം, ഭരതനാട്യം തുടങ്ങിയ കലാരൂപങ്ങളിലൂടെ വേദിയിൽ അവതരിപ്പിക്കാറുണ്ട്. എല്ലാവർക്കും നന്ദി.